ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. അങ്ങനെ അവസാന 2 എപ്പിസോഡിലേക്ക് എത്തി. ഈ ഒരു സിനിമ ഞാൻ ഇത്രയും നാൾ വലിച്ചു നീട്ടിയതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇനി എന്തുണ്ടായി നോക്കാം. ആ ഒരു വില്ലനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് അയാള് പോലീസിന്റെ വണ്ടി ആക്സിഡന്റ് ആക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാണ്. പോകുന്നതിന് മുമ്പേ ആ ഒരു സോംബി വൈറസ് അയാൾ സ്വയം കുത്തിവെച്ചിട്ടുണ്ട്. നമ്മുടെ ചുള്ളം പോലീസ് ഹീറോയിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ഒരു കാര്യം അറിയാണ്. ആ ഒരു കാറിനകത്ത് ഇവന്റെ കൊളീഗായിട്ടുള്ള ആ ഒരു പെൺകുട്ടി അവളും അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്തോ ഭാഗ്യത്തിന് അവൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആളെ കാണാണ്ടാവില്ല. അവൻ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവും. ഇപ്പോ നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. അവളാണെങ്കിൽ ആ ഒരു ഉണ്ടപ്പൻ എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാണ്. ഇന്നേരം ഉണ്ടപ്പനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വയറ്റില് കൊഴുപ്പ് അധികം ആയതുകൊണ്ട് തന്നെ അവന് ഇൻഫെക്ഷൻ ഒന്നും ബാധിച്ചിട്ടില്ല. ഹീറോയിൻ അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയുന്നുണ്ട് അവൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. നമ്മുടെ ആ ഒരു ഉണ്ടപ്പനും പറയുന്നുണ്ട് ഹീറോയിനെ കണ്ടിട്ട് അവനോട് ക്ഷമ ചോദിക്കണമെന്നല്ല. ഇപ്പൊ നമ്മുടെ ഹീറോ അവളോട് പറയാണ്, നീ തൽക്കാലം ഇപ്പൊ ഇനി ഓഫീസിലേക്കൊന്നും വരണ്ട, നേരെ വീട്ടിലേക്ക് പോയിക്കോ. എന്തെങ്കിലും പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ മതിയെന്ന്. കോൾ കട്ട് ചെയ്തിട്ട് അവൻ ചിന്തിക്കാണ്, ഞാൻ ഇനി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചാല് അത് അവർക്ക് ആപത്താണ്. ഒരുപക്ഷെ ഞാൻ മുമ്പേ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. അവൻ വിചാരിക്കാണ് ഞാൻ എങ്ങോട്ടെങ്കിലും പോയേ മതിയാവൂ. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഹീറോനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിറ്റേന്ന് നമ്മുടെ ഉണ്ടപ്പനും അസിസ്റ്റന്റും ടിവിയിലെ ന്യൂസ് കാണാണ്. ഡോക്ടർ നോവ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു ന്യൂസ്. ഇവര് വേഗം പോയിട്ട് വാതിലും ജനലെല്ലാം അടച്ചിടാണ് പേടിച്ചിട്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും ആ ന്യൂസ് എല്ലാം കാണുന്നുണ്ട്. ഈ ഒരു ഉണ്ടപ്പനും അസിസ്റ്റന്റും ആണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാളുടെ കൂട്ടുകാരനോട് ഉള്ള കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പൊ അവിടെയുള്ള പോലീസുകാരൊന്നും ഇവർ പറയുന്നത് വിശ്വസിക്കുകയല്ല. ഈ സോംബി എന്നൊന്നും പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവരെല്ലാം തള്ളി മറിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകാരന്റെ കിളി പോയതാണെന്ന് അയാളും കരുതുകയാണ്. അവിടുന്ന് കെട്ടിയത് നമ്മുടെ നായികനെ കാണിക്കാണ്. അവളെ അന്വേഷിച്ച് ആ ഒരു കൂട്ടുകാരൻ പോലീസ് വന്നേക്കാണ്. അവനവളോട് പറയാണ്, ഞാനൊരു പോലീസായിട്ടാണ് വന്നേക്കുന്നത്, അല്ലാണ്ട് നിന്റെ കൂട്ടുകാരനായിട്ടല്ല. അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട്. ഇപ്പൊ അവള് പറയുന്നതാണെങ്കിൽ ഇവന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇവനും പറയുന്നുണ്ട് ഡിക്റ്റേറ്റീവ് കിം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് നിനക്കറിയാലോ എന്ന്. ഇപ്പൊ അവളും സംസാരിക്കുന്നത് ഇതെല്ലാം ഓൾറെഡി അവൾക്ക് അറിയാവുന്നുള്ള ഭാവത്തിൽ തന്നെയാണ്. ഇപ്പോ ഈ ഒരു സോംബി വൈറസിനെ കുറിച്ചിട്ടെല്ലാം അവള് പറയുമ്പോൾ ഇവൻ അവളോട് ദേഷ്യപ്പെട്ടിട്ട് അവളെ വോൺ ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. ഇതേ സമയം അപ്പുറത്ത് ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റും കൂടെ ഇവളോട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചിട്ട് ഇവിടേക്ക് വരാനായിട്ട് പറയാണ്. അന്നേരം അവളും അയാളുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഹീറോയിനും നിങ്ങൾ എന്താ ഫോൺ എടുക്കാഞ്ഞ്, എന്താ ഇന്നലെ ഓഫീസിലേക്ക് വരാഞ്ഞെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ വരുന്ന വഴി എല്ലാം പോലീസായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഓഫീസിലേക്ക് വരാൻ പറ്റാഞ്ഞെന്ന്. ഇപ്പൊ ആ ഒരു ഉണ്ടപ്പന്റെ അസിസ്റ്റന്റ് ഫോണിലൊരു ന്യൂസ് കാണാണ്, ടൗണിൽ ഏതൊരു സോംബി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതൊരു ഡോക്ടർ ആയിരിക്കും എന്ന് ഇവനും പ്രഡിക്റ്റ് ചെയ്യാണ്. കാരണം അയാള് എസ്കേപ്പ് ആയ സ്ഥലത്ത് നിന്ന് ഇവൻ എഴുന്നേറ്റ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു സെയിം ലിക്വിഡിന്റെ ബോട്ടിൽ അതവിടെ കിടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഇതേ സമയം അയാളെ കാണിക്കാണ്. അയാള് പതിയെ പതിയെ ഒരു സോംബി ആയിട്ട് റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരത്തിയുടെ ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം കത്ത. കാരണം അയാളുടെ വൈഫ് അത് മരിച്ചോ ഇല്ലയോ അതിന്റെ ഒരു ബോഡി ഉള്ളിടത്തോളം കാലം അയാൾ അത് അന്വേഷിച്ചു വരും. അങ്ങനെ ഇവര് പ്ലാൻ ചെയ്യാണ് ആ ഒരു മോർച്ചറിയിൽ കയറിയിട്ട് ആ ഒരു ബോഡി എടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അതിനകത്തേക്ക് അങ്ങനെ കിടക്കുമെന്ന് ഇവർ ചിന്തിക്കുമ്പോൾ വേറൊരു ഡെഡ് ബോഡി ആയിട്ട് കിടക്കാന്ന് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഡെഡ് ബോഡി എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ ഹീറോന്റെ മുഖത്തേക്ക് നോക്കാണ്. അതാവുമ്പോൾ ഇവർ പിടിക്കപ്പെടുകയില്ല. അങ്ങനെ നമ്മുടെ ഹീറോനെ ഡെഡ് ബോഡി ആക്കിയിട്ട് അവരതിനകത്തേക്ക് കിടക്കാണ്. നമ്മുടെ ആളാണെങ്കിൽ മണം പിടിച്ച് കണ്ടുപിടിക്കാണ് ആ ഒരു ഡെഡ് ബോഡി. അവര് അതും കൊണ്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു വില്ലൻ അയാളും അവിടേക്ക് വരാണ്. നമ്മുടെ ഹീറോ അയാളെ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അയാളെ സിമ്പിൾ ആയിട്ട് തല്ലി താഴെയാണ്. കാരണം അയാൾക്ക് ഇവനെ പോലെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇയാളെ കൊല്ലാൻ പോകുമ്പോഴത്തേക്കും ഇവൻ അതിന് മനസ്സ് വരില്ല. പക്ഷെ ഇയാളെ വെറുതെ വിട്ട് ഇവ പോവാൻ നേരം അയാൾ തിരികെ വന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി കൂട്ടാണ്. ചക്കൻ ചാവാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ വന്നിട്ട് അവനെ രക്ഷിക്കാണ്. പക്ഷെ ഇവന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് അയാള് ഹീറോയിൻ എടുത്ത് എങ്ങോട്ടേക്ക് പോകും. ഞാൻ അനുഭവിക്കുന്ന വേദന നീയും അറിയണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോണത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഹീറോയിന്റെ ഫോണിൽ നിന്ന് അവനൊരു കോള് വരാണ്. അത് വേറെ ആരുമല്ല, വില്ലൻ തന്നെയാണ്. അവൻ പറയുന്ന സ്ഥലത്തേക്ക് ഹീറോയിനോട് ഒറ്റയ്ക്ക് വരാനായിട്ട് പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ഉണ്ടപ്പന്റെയും അസിസ്റ്റന്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുന്ന നേരം നമ്മുടെ ചുള്ളം പോലീസ് വന്നിട്ട് അവന് നേരെ തോക്ക് ചൂണ്ടാണ്. വണ്ടിയിൽ എന്താ ഉള്ളതെന്ന് അവന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വരുന്ന നേരം നമ്മുടെ ആള് കഴുത്തിനൊരു പെട കൊടുത്തിട്ട് ആ ഒരു വണ്ടിയെ തന്നെ ചുരുട്ടിക്കൂട്ടി അവൻ ഇടാണ്. ഉണ്ടപ്പനെയും അസിസ്റ്റന്റിനെയും അവിടെ തന്നെ നിർത്തിയിട്ട് അവൻ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഹീറോയിനെ അയാൾ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇയാളും
വീണ്ടും നമ്മുടെ ഹീറോ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവാണ്. ഈ ഒരു ഫൈറ്റിൽ ഇയാൾ നമ്മുടെ ആളെ എടുത്തിട്ടിരിക്കുന്നുണ്ട്. അന്നേരം തന്നെ നമ്മുടെ ആ ഒരു ചുള്ളം പോലീസ് അവന് ബോധം വന്നിട്ട് അവൻ ഗണ്ണായിട്ട് വന്നിട്ട് ഈ ഒരു സോംബിയുടെ തലയിൽ വെക്കാണ്. അയാൾക്കാണെങ്കിൽ യാതൊരു പേടിയില്ല. ഇവനാണെങ്കിൽ ഇയാളുടെ മുഖം കണ്ടിട്ട് പേടിച്ചു വരച്ച് നിൽക്കുന്നുണ്ട്. ഇയാളെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് ദഹിക്കുന്നില്ല. ഇപ്പോഴാണ് ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഇവന്റെ കണ്ണ് ആ ഒരു വില്ലൻ വാങ്ങിച്ചിട്ട് ഇവനെ തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നേരം നമ്മുടെ ഹീറോ വന്നിട്ട് അവനെ തടുക്കാണ്. അങ്ങനെ സോംബി തമ്മിൽ വീണ്ടും ഒരു അടി നടക്കാണ്. ഇന്നേരമാണ് നമ്മുടെ ഹീറോയിൻ ഈ ഒരു പൊട്ടാങ്കൊണ്ടാപ്പിന്റെ അടുത്ത് പറയണത്, ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇയാളാണ് കിമ്മുയങ്ങിനെ കൊന്നതും ഈ ഒരു ഹീറോനെ സോംബിയാക്കി മാറ്റിയതും. ഇപ്പോ അയാളും ഒരു സോംബിയായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയാണ്. നീ കണ്ണിൽ കാണുന്നത് മാത്രമല്ല വിശ്വസിക്കൂ, ഇപ്പോഴെങ്കിലും ഞാൻ ഈ പറയണത് വിശ്വസിക്കുന്നു പറയാണ്. അവിടെ ഹീറോയും ആ ഒരു വില്ലനും കൂടെ അടികൂടുന്നുണ്ട്. ഇപ്പോ ഹീറോയിന്റെ കയ്യിൽ ഗണ്ണ് കിട്ടിയേക്കാണ്. അവൻ ആ ഒരു വില്ലനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നേരത്ത് ആ ഒരു വില്ലൻ ഇവനോട് പറയാണ്, നീ എന്നെ കൊല്ലില്ലാന്ന് എനിക്കറിയാന്ന്. ഇപ്പൊ നമ്മുടെ ഹീറോയും ശരിയാണ് ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റും കൂടെ അവിടേക്ക് കയറി വരാണ്. എല്ലാവരുടെ അടുത്തേക്കും ഓരോ മാസ്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ഹീറോ അവിടുന്ന് പോകുന്ന നേരത്ത് ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റും കൂടെ നേരെ ചെല്ലണത് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു കൂട്ടുകാരത്തിയുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ നേരത്തെ നമ്മുടെ ഹീറോയിന് വില്ലന്റെ സ്ഥലത്തുനിന്ന് കിട്ടിയ ആ ഒരു ലിക്വിഡ് അതെന്താന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചേക്കാണ്. അത് ആനിമൽസിനൊക്കെ കൊടുക്കുന്ന ഒരു അനസ്തേഷ്യയാണ്. ഇപ്പോ അതുപോലത്തെ കുറച്ച് ലിക്വിഡും ഒരു വണ്ടിയായിട്ടാണ് അവൾ വന്നേക്കണത്. നമ്മുടെ ആൾക്കാർ അതുമായിട്ടാണ് ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് വന്നേക്കണത്. ഇവരിപ്പോ എങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോന്റെ ഫോണിലെ ആ ഒരു ട്രാക്കിംഗ് ആപ്പ് വെച്ചിട്ടാണ്. അങ്ങനെ ഇവര് വലിച്ചെറിഞ്ഞിടുന്ന ആ ഒരു മാസ്ക് എടുത്ത് അവരെല്ലാരും വെക്കാണ്. എന്നിട്ട് ആ ഒരു ലിക്വിഡ് എറിയുമ്പോൾ ആ ഒരു വില്ല മയക്കത്തിലാവാണ്. ഇപ്പൊ ഈ ഒരു സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഇവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പറയുമ്പോൾ എല്ലാരും പറയാണ് എന്നിട്ട് എന്തിട്ടുണ്ടാക്കാനാണ്. ഇവനിപ്പോ ഒരു സോംബിയാണ്, ഇവനൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ഇവൻ ഇവിടെ വെച്ച് തന്നെ കൊന്നു കളയാനായിട്ട് പറയുന്ന നേരം അയാളാണെങ്കിൽ ആ ഒരു അനസ്തേഷ്യ ഒന്നും അയാൾ കേട്ടിട്ടില്ല. അയാൾ അപ്പൊ തന്നെ എഴുന്നേറ്റിട്ട് നമ്മുടെ ഉണ്ടപ്പനെ പിടിച്ചിട്ട് കടിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ അവന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ അയാൾ അത് മൈൻഡ് വെക്കില്ല. വീണ്ടും ആ ഒരു ഉണ്ടപ്പനെ കടിക്കാനായിട്ട് പോണ നേരം നമ്മുടെ ഹീറോ അവന് ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തരിച്ച് നിൽക്കാണ്. അവൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അവൻ ഒരാളെ കൊന്നു എന്നുള്ളത്. ഇപ്പൊ ചുറ്റും നിൽക്കുന്നവരെല്ലാരും ഇവനെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനെ നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പോണില്ല, സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്തല്ലേ എന്ന് പറയാണ്. ഉണ്ടപ്പനും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോളാം കോടതിയിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നല്ല. പക്ഷെ അവനിപ്പോഴും ആ ഒരു തരിപ്പ് മാറിയിട്ടില്ല. അവനിപ്പോ പറയാണ്, ഇനി ഒരു സോംബിനെ കൊണ്ടും മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടാവാനായിട്ട് പാടില്ല, എനിക്ക് പറ്റിയ സ്ഥലം കാട് തന്നെയാന്ന് പറഞ്ഞിട്ട് അവൻ കാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പൊ അവരെല്ലാവരും സങ്കടമായിട്ട് അവനോട് പറയാണ്, ഞങ്ങളാരും വിട്ടിട്ട് പോവല്ലേ എന്നല്ല. എന്നിട്ട് അവരെല്ലാരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സെക്കൻഡ് ഹീറോയും ഇത് കണ്ട് സങ്കടമായിട്ട് നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ അപ്പാർട്ട്മെന്റിലേക്ക് വന്നേക്കാണ്. അവിടെ നമ്മുടെ ഹീറോ അവള് കൊടുത്ത ആ ഒരു ഹൂഡി അത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും. അതിനകത്ത് അവള് കൊടുത്ത ആ ഒരു നോട്ട് അതും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക തുടക്കത്തില് അവള് കണ്ട ആ ഒരാള് അത് നമ്മുടെ ഹീറോ തന്നെ ആയിരുന്നു എന്ന്. ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം കാണിക്കാണ്. നമ്മുടെ ഹീറോ പോയിട്ട് ഇപ്പൊ ഒരു വർഷമായി. ഇപ്പൊ അവളുടെ അളിയനായിട്ടുള്ള ആ ഒരു ഡയറക്ടർ അയാള് ഒരു സിനിമ എടുത്തു, അത് ഒരുപാട് ഹിറ്റായി, അയാൾക്ക് അവാർഡൊക്കെ കിട്ടി. അങ്ങനെ അയാളുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു സോംബി പടത്തിന്റെ പോസ്റ്റർ ഫ്രെയിം ചെയ്ത് അയാളുടെ കല്യാണ ഫോട്ടോ ഇരുന്ന സ്ഥലത്ത് എടുത്ത് വെക്കാണ്. ഇത് കണ്ടിട്ട് അയാളുടെ ഭാര്യ അയാളുടെ ചെവി പിടിച്ച് തിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹീറോ അന്ന് അപകടത്തെ പറ്റിയ ആ ഒരു പുള്ളിക്കാരത്തിക്ക് ഇപ്പോ ഏകദേശം ഓക്കെ ആയി വന്നു. ഇവൾക്ക് ഓൾറെഡി ഈ ഒരു സെക്കൻഡ് ഹീറോനെ ഇഷ്ടമായോണ്ട് തന്നെ ഇവനും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരത്തി. അവളിങ്ങനെ കടയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെക്കുന്ന നേരം ആ ഒരു സ്റ്റൂളിൽ നിന്ന് കാല് സ്ലിപ്പായി താഴേക്ക് വീഴാണ്. ഇന്നേരം ആ ഒരു ഉണ്ടപ്പന്റെ അസിസ്റ്റന്റ് പുള്ളി വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായി എന്ന് കാണിക്കുകയാണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ഉണ്ടപ്പനെയാണ്. ഇവനും വലിയൊരു ഡിറ്റക്റ്റീവ് ഏജൻസി എല്ലാം തുടങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങി അവിടെ നമ്മുടെ ആ ഒരു അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചേക്കാണ്. നമ്മുടെ ഹീറോയിനെ ഇവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഇപ്പോ ആ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി അത് നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഹീറോയിനാണ്. അവളാണ് നമ്മുടെ ഹീറോയിന്റെ സ്ഥാനത്ത് അത് നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയിന് ഒരു കൊറിയർ വരാണ്. അതെന്താന്ന് വെച്ചാല് ഒരു ഹാലോവിൻ പാർട്ടിയിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡാണ്. അത് ആരും അയച്ചെന്നൊന്നുമില്ല, അത് നമ്മുടെ ഹീറോ ആയിരിക്കും എന്ന് കരുതിയിട്ട് അവൾ എല്ലാരും കൂട്ടിയിട്ട് ആ ഒരു പാർട്ടിക്ക് പോവാണ്. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ഇവള് മാത്രം സാഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോനെ ഇതുവരെ അവൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് ഒരാളെ കാണുമ്പോൾ അവൾ അടുത്തേക്ക് ചെല്ലാണ് ഹാപ്പി ആയിട്ട്. പക്ഷെ അത് വേറെ ആരോ ആയിരിക്കും. അങ്ങനെ അവള് സാഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോനെ ശരിക്കും കണ്ടുമുട്ടാണ്. അങ്ങനെ അവള് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇവള് കൊടുത്ത ആ ഒരു നോട്ട് അത് നമ്മുടെ ഹീറോനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ അത് ചെലവാക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ സോംബി ആയതിനു ശേഷം എനിക്കൊരാൾ ആദ്യമായിട്ട് സ്നേഹത്തോടെ തന്ന ഒരു സംഭവമാണതെന്ന്, അതുകൊണ്ടാണ് അത് ചെലവാക്കാതെ സൂക്ഷിച്ചിരുന്നതെന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നീയല്ലേ എനിക്ക് അയച്ചേ, അത് നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നീ എന്തിട്ടൊക്കെ പറയണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ അവളുടെ മുമ്പിലേക്ക് വെക്കാണ്. അതൊരു ഡോക്ടറുടെ ഫോട്ടോ ആണ്. അയാളിപ്പോ അറ്റ്ലാന്റിക്കിൽ എന്തോ ആണ് ഉള്ളത്. ഇയാള് സോംബിനെ മനുഷ്യനാക്കി മാറ്റാനുള്ള പരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നീ ഇയാളെ അന്വേഷിച്ച് പോകണമെന്ന് പറയാണ്.
ഇപ്പൊ ഇവളാണെങ്കിൽ തുടക്കത്തിൽ ഇവൻ പറഞ്ഞ പോലെ മനുഷ്യനാണെങ്കിൽ 1000 അല്ല മൃഗങ്ങളാണെങ്കിൽ 500 എന്ന് പറയാണ്. ഇപ്പൊ ഇവനാണെങ്കിൽ നീ എന്നോട് തന്നെ ഇങ്ങനെ വിലപേശയാണെന്ന് ചോദിക്കുന്ന നേരം അവിടെ ഒരു പെണ്ണ് മരിച്ചു വീഴാണ്. ഈ ഒരു സമയം ഇവൾ ഇവനോട് ചോദിക്കുകയാണ്, ഈ ഒരു കേസ് നമ്മൾ ഏറ്റെടുക്കുന്നു, ഇതിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാന്ന്, മാത്രമല്ല ഈ ഒരു ഡോക്ടറെ കണ്ടുപിടിച്ച് കൊടുക്കാനായിട്ട് 70% ഡിസ്കൗണ്ടും തരാന്ന് പറയാണ്. നമ്മുടെ ആളും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് ഓക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ ആ ഒരു സ്മെല്ലിംഗ് സെൻസ് വെച്ചിട്ട് ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ മനസ്സിൽ ഇങ്ങനെ പറയാണ്, വീണ്ടും ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കൊന്നിരിക്കുന്നു എന്ന്. ഇപ്പോ വീണ്ടും അവൻ ആ ഒരു ഡിറ്റക്റ്റീവിന്റെ ജോലി ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഭാവത്തിൽ അവനൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. ബാക്കി എന്തൊക്കെയോ അവര് അടുത്ത സീസണിലേക്ക് വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതിനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ആ ഒരു ഉണ്ടപ്പൻ ആൾക്ക് നേരത്തെ ആ ഒരു സോംബിയുടെ കടിയേറ്റിരുന്നല്ലോ, അന്നേരത്തില് അയാൾക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോ അയാൾക്ക് സോംബിയുടെ രൂപമായിട്ട് വരാണ്. അത് കണ്ട് പേടിച്ചിരിക്കുന്ന ഉണ്ടപ്പനെയും അസിസ്റ്റന്റിനെയും കാണിച്ചിട്ട് നമ്മുടെ സോംബി ഡിറ്റക്റ്റീവ് അവസാനിക്കായി. ഈ ഒരു സിനിമ ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കുറെ കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. ഇനിയുള്ള സിനിമകളെല്ലാം ഞാൻ മാക്സിമം വേഗത്തിൽ ചെയ്യാനായിട്ട് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ തന്നെ എഴുതിയ ഒരു കഥയാണ്. അതെങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇങ്ങനെ വിഷ്വൽസ് എല്ലാം ഞാൻ മറ്റേ ChatGPT ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ എന്തായാലും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അന്നാര സുമാനാര.